ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ചമ്പാഷഷ്ഠി ദിനമായ ഇന്ന് എല്ലാവരും കേൾക്കേണ്ടുന്ന ഒരു കഥ പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചമ്പാഷഷ്ഠി ദിനത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നവർ വിശ്വസിക്കുന്നത് അദ്ദേഹം താരകാസുരനെ വധിച്ച ദിവസമായിട്ടാണ്. നമ്മൾ ശൂരപത്മനെ വധിച്ച കഥ സ്കന്ദഷഷ്ഠി ദിനത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് താരകാസുരൻ. അച്ഛൻ വജ്രനാഗയാണ്, അമ്മ വരങ്കി. സഹോദരങ്ങൾ ശൂരപത്മനും സിംഹമുഖവുമാണ്. ഒരിക്കൽ വജ്രനാഗ തപസ്സനുഷ്ഠിക്കാൻ പോയിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അവരുടെ കുടിലിൽ ചെന്നു. എന്നിട്ട് അവിടെയുള്ള മരങ്ങളെല്ലാം പിഴുതു കളഞ്ഞു. അതുപോലെ ആടിൻ്റെ രൂപത്തിൽ വന്നിട്ട് അവിടുത്തെ ആശ്രമത്തിലെ അല്ലെങ്കിൽ അവരുടെ കുടിലിലെ പുല്ലുകളെല്ലാം തിന്നു തീർത്തു. എന്നിട്ട് ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് വരാങ്കിയെ, അതായത് വജ്രനാഗയുടെ ഭാര്യ വരാങ്കിയെ കടിക്കാനായിട്ട് ഒക്കെ ചെന്നു. അതായത് ഉപദ്രവിച്ചു. ഇന്ദ്രൻ്റെ ഉപദ്രവമുണ്ടായി വജ്രനാഗ തപസ്സനുഷ്ഠിക്കാൻ പോയ സമയത്ത്. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ വരാങ്കിയുടെ ഈ ദുരവസ്ഥ കണ്ടിട്ട് വജ്രനാഗയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നി. അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു. വളരെ കാലം ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിച്ചിട്ട് ഈ ഇന്ദ്രനെ വധിക്കാൻ തക്ക, അല്ലെങ്കിൽ ഇന്ദ്രനെ ഉപദ്രവിക്കാൻ തക്ക ശക്തിയുള്ള മക്കളെ തരണമെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ താരകാസുരൻ ജനിക്കുകയും ചെയ്തു. 1000 വർഷം വരാങ്കിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടന്നുവെന്നാണ് ഐതിഹ്യം, കഥ പറയുന്നത്. അങ്ങനെ താരകാസുരൻ ജനിക്കുന്നു. താരകാസുരന് മനസ്സിലാകുന്നു താൻ എന്തിനാണ് ജനിച്ചതെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് അദ്ദേഹം പരമശിവനെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പരമശിവൻ വരം നൽകുന്നു. എന്താണ് വരം? ശിവപുത്രനാൽ മാത്രമേ വധിക്കപ്പെടുകയുള്ളൂ എന്ന വരം ശിവനിൽ നിന്ന് തന്നെ താരകാസുരൻ നേടുന്നു. അപ്പോൾ താരകാസുരൻ്റെ ആ ഉദ്ദേശമെന്ന് പറയുന്നത്, ശിവൻ സതീദേവി മരണപ്പെട്ടു, ആ ദുഃഖത്തിലിരിക്കുകയാണ്, ഇനി ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടിട്ടാണ് അങ്ങനെയൊരു വരം ചോദിച്ചത്. അങ്ങനെ ആ വരവുമായി താരകാസുരൻ എന്ത് ചെയ്യുന്നു? സഹോദരങ്ങളെയും കൂട്ടി ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രനെയും മറ്റ് ദേവഗണങ്ങളെയുമെല്ലാം നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വർഗം അവർ കീഴടക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ ദേവന്മാർ എങ്ങനെ ഈ താരകാസുരനെ വധിക്കും എന്നാലോചിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇന്നതുപോലെ ഒരു വരം അദ്ദേഹം നേടിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശിവന് പുത്രനുണ്ടാകണം. അപ്പോഴാണ് പാർവതീദേവി ശിവനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിരന്തരം തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ തപസ്സൊന്നും മഹാദേവൻ ഗൗനിക്കുന്നില്ല. അങ്ങനെ ദേവന്മാരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടും, പിന്നെ നമ്മൾ ആ കാമദേവൻ്റെ കഥയൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കാമദേവനെയെല്ലാം കൊണ്ടുവന്ന് ശിവനെ ഉണർത്തി അവസാനം ഭഗവാൻ പാർവതീദേവി വിവാഹം കഴിക്കുകയും അങ്ങനെ കാർത്തികേയൻ എന്ന ശിവപുത്രൻ ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ ശിവപുത്രൻ ഉണ്ടായി, കാർത്തികേയൻ. അങ്ങനെ ഉണ്ടായതിനു ശേഷം ദേവന്മാർ ഭഗവാനോട്, അതായത് വേലായുധ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്, തങ്ങളുടെ ദേവസേനാധിപതിയാകണം, എങ്കിൽ മാത്രമേ താരകാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ക്ഷണം ഭഗവാൻ കാർത്തികേയൻ വേലായുധ സ്വാമി സ്വീകരിക്കുകയും ദേവന്മാരുടെ ദേവസേനാധിപതിയാവുകയും ചെയ്യുന്നു. അങ്ങനെ താരകാസുരനുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഭീകരമായ യുദ്ധമാണ്. ദേവന്മാർക്ക് താരകാസുരനെ വധിക്കാൻ സാധിക്കുന്നില്ല. അവസാനം സുബ്രഹ്മണ്യ സ്വാമിയുമായി യുദ്ധത്തിന് വരികയാണ്. ശക്തി എന്ന ആയുധം ഉപയോഗിച്ചിട്ടാണ് താരകാസുരനെ വേലായുധ സ്വാമി വധിച്ചതെന്ന് പറയുന്നു. ആ ദിവസമാണ് ചമ്പാഷഷ്ഠി ദിനമായി ദക്ഷിണേന്ത്യയിലുള്ളവർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ഷഷ്ഠി ദിനത്തിൽ നിങ്ങൾ കേൾക്കേണ്ടുന്ന കഥ. മറ്റൊരു കഥയുണ്ട്. അതായത് വടക്കേ ഇന്ത്യയിൽ മഹാദേവനെയാണ്
പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ എന്താണ് ആ കഥയെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അസുരന്മാരായ മല്ലയെയും മണിയെയും മഹാദേവൻ ഉഗ്രയോദ്ധാവിൻ്റെ രൂപത്തിൽ വന്നിട്ട്, അതായത് ഖണ്ഡോബ എന്ന രൂപത്തിൽ, ഉഗ്രയോദ്ധാവായ ഖണ്ഡോബ എന്ന രൂപത്തിൽ അവതാരമെടുത്തിട്ട് അസുരന്മാരായ മല്ലയെയും മണിയെയും വധിച്ച ദിവസമാണ് ചമ്പാഷഷ്ഠിയായി ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നത്. അവരവിടെ മഹാദേവനെ ആരാധിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ വേലായുധ സ്വാമിയെയാണ് ആരാധിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഖണ്ഡോബ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ചമ്പാഷഷ്ഠി. എല്ലാവരും ഈ ഷഷ്ഠി തിഥിയിൽ ഈ 2 കഥകളും കേട്ടിട്ട് വേലായുധ സ്വാമിയെയും മഹാദേവനെയും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് നിങ്ങൾ ആ ഒരു കുടുംബത്തെ, അച്ഛനും അമ്മയും മക്കളുമായിട്ടുള്ള, അതായത് മഹാദേവനും ശ്രീ പാർവതി ദേവിയും വിഘ്നേശ്വരനും പിന്നെ വേലായുധ സ്വാമിയെയും, ഇത്രയും പേരെ, ആ കുടുംബത്തെ മുഴുവൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. സന്തതി പരമ്പരകൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അപ്പം വ്രതമെടുക്കാൻ സാധിക്കാത്തവർ പോലും വിളക്ക് കത്തിച്ച് വെച്ച് ഈ നാമങ്ങളെല്ലാം ജപിക്കണം. അതേപോലെ ധനുമാസമാണ്, ധനു 2 ധനുമാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണണം. അപ്പം ഈ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഭഗവാൻ നാരായണനെ വിളിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ ദിവ്യമായ മന്ത്രം നിങ്ങളുടെ ഈ ഷഷ്ഠി പ്രാർത്ഥനകൾക്ക് ശേഷം പ്രാർത്ഥിക്കണം. അതേപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ കഴിയുന്നെങ്കിൽ ജപിക്കുക. രാത്രി കിടക്കുന്ന സമയം വരെ ഭഗവാൻ വേലായുധ സ്വാമിയെയും മഹാദേവനെയും ആ കുടുംബത്തെയും പാർവതി ദേവിയെയും വിഘ്നേശ്വരനെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നാരായണനെയും കൂടെ നിങ്ങൾ ഓർക്കുക. കാരണം നമ്മളുടെ ഈ വ്രതങ്ങൾ എല്ലാം, വ്രതത്തിൽ കൂടി നമ്മൾക്ക് കിട്ടുന്ന ഈ ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെടാതെ പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് ഭഗവാൻ നാരായണൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് ധനുമാസം ഭഗവാന് വളരെ വളരെ പ്രിയപ്പെട്ട മാസമാണ്. വീഡിയോ കണ്ടിട്ടില്ല, കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടിട്ട് അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. 1000 ജന്മങ്ങൾ അല്ലെങ്കിൽ 1000 വർഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതിന് തുല്യമായ ഫലമാണ് ധനുമാസത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ വളരെ വ്യക്തമായി വിശദമായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും പോയി കേൾക്കണം. അതേപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ ആ പ്രാർത്ഥന, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന, അതായത് ചമ്പാഷഷ്ഠിയെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ, ആ പ്രാർത്ഥനയും നിങ്ങൾ തീർച്ചയായും ജപിക്കണം. കാരണം ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവരോ, ചൊവ്വാദോഷമുള്ളവരോ, ഇപ്പോൾ ചൊവ്വാദശ അനുഭവിക്കുന്നവരോ, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരോ ചൊവ്വാഗ്രഹത്തിനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. സ്കന്ദ ഭഗവാൻ ചൊവ്വയുടെ നാഥനാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കഥ എല്ലാവരും കേട്ടല്ലോ. 2 കഥകളാണ്. ഒന്ന് ഭഗവാൻ മഹാദേവൻ്റെയും 2 ഭഗവാൻ കാർത്തികേയൻ്റെയും. ഈ 2 കഥകളും ഇന്നത്തെ ദിവസം ശ്രവിക്കുന്നത് വളരെ വളരെ പുണ്യത്തെ പ്രദാനം ചെയ്യും. ഓം ശരവണായ ഭവ, അത് വളരെ ദിവ്യമായ ഭഗവാന്റെ മൂലമന്ത്രമാണ്. അത് നിരന്തരം ജപിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് ഓം ശരവണായ ഭവയെന്ന് 108 തവണ നിങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റ് നാമങ്ങളൊന്നും ചൊല്ലിയില്ലെങ്കിലും അതുപോലെ ഓം നമഃശിവായ എന്ന് 108 തവണ നിങ്ങൾ ജപിക്കണം. അമ്മ പാർവതി ദേവിക്ക് വേണ്ടി ദുർഗാ സപ്തശ്ലോകി നിങ്ങൾ ജപിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ദുർഗാ സപ്തശ്ലോകി
എങ്ങനെയാണ് ജപിക്കേണ്ടത്, എന്താണ് അതിൻ്റെ പ്രയോജനങ്ങൾ, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ദുർഗാ സപ്തശ്ലോകി പാരായണം ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ദുർഗാ സപ്തശ്ലോകി കാണാൻ പറ്റും. ദുർഗാ സപ്തശ്ലോകി മൊത്തത്തിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നാളത്തെ ദിവസം നിങ്ങൾ ദുർഗാ സപ്തശ്ലോകിയും കൂടെ ജപിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് നിങ്ങൾ ഒരു 7 തവണ ജപിക്കുക. പ്രാർത്ഥനകൾക്കെല്ലാം മുമ്പായിട്ട് ഓം വിഘ്നേശ്വരായ നമ എന്ന് ജപിച്ചതിന് ശേഷം, അതൊരു 3 തവണയെങ്കിലും ജപിച്ചതിന് ശേഷം വേണം നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടങ്ങാൻ. ഇതിനെല്ലാം ശേഷം മതി നിങ്ങൾ നാരായണനെ പ്രാർത്ഥിക്കാൻ. പക്ഷേ നാരായണനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ഒഴിവാക്കരുത്. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.